നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം മുഴുവനുള്ള ആളുകൾ നാളെ പുറത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ രാജ്യത്ത് നടന്ന ചില സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് അരുണാചൽ പ്രദേശ് എന്നാണ്. പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ അതിൻ്റെ ഫലം ഇങ്ങനെ പറഞ്ഞു വിടുന്നു എന്നല്ലാതെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം കൂടുതലായിട്ട് പറഞ്ഞാൽ അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പൊളിയും, എല്ലാ കള്ളങ്ങളും പൊളിയും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ അവരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു, മറക്കരുത്, മണിപ്പൂർ മറക്കരുത് എന്ന്. ആ ഒരു സാഹചര്യത്തിൽ വേണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ കാണാൻ. കാരണം ഈ അരുണാചൽ പ്രദേശ് എന്ന സ്ഥലം മണിപ്പൂരിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ്. ഇനി അതുകൊണ്ടെന്താ അവിടുത്തെ കലാപം അതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ചിലർ ചോദിക്കും. ബാധിക്കും. ഈ പറയുന്ന പോലെ ഇവർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ അവിടുത്തെ ബലം മറിച്ചാവണം. പക്ഷെ മറിച്ചായില്ല. അവിടെ BJPക്ക് 3/2 ഭൂരിപക്ഷമാണ്. 3/2 ഭൂരിപക്ഷമാണ്. അതുകൊണ്ടെന്താ അതൊരു മറ്റൊരു സംസ്ഥാനമല്ലേ, അത് BJP ജയിച്ചുകൊണ്ട് എന്താണ് എന്നും ചിലർ സംശയിച്ചേക്കാം, ചോദ്യം ചോദിച്ചേക്കാം. കാരണമുണ്ട്. കാരണം ഈ അരുണാചൽ പ്രദേശിൽ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. അവിടെ 30% മുകളിലാണ് ക്രിസ്ത്യാനികളുള്ളത്. അവിടെ ഹിന്ദുക്കളായിട്ടുള്ളവർ അതിലും ലേശം കുറവാണ്, 29% ഉള്ളൂ. പിന്നെ ഡോനിപോള എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്, അത് 26.2%. പിന്നെ ഇസ്ലാം അവിടെ 1.9%, ബുദ്ധിസ്റ്റുകൾ 11.76%, പിന്നെ ബാക്കി എല്ലാവരും കൂടി ഏതാണ്ട് ഒരു 1%-നടുത്ത്. എന്തായാലും അവിടുത്തെ ഏറ്റവും വലിയ മതം അത് ക്രിസ്ത്യൻ മതമാണ്. അപ്പോൾ 30%-ഓളം ഉള്ള ക്രിസ്ത്യാനികൾ അവരുടെ പങ്കാളിത്തമില്ലാതെ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും അവിടുത്തെ ഭരണം പിടിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ അവിടെ ജയിച്ചത് BJP ആണ്. അത് വെറുതെ അങ്ങ് ജയിക്കുകയല്ല ചെയ്തത്. അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. വെറുതെ അങ്ങ് ജയിക്കുകയല്ല ചെയ്തത്. അവിടെ BJPയുടെ സീറ്റ് എന്നത് 46 സീറ്റാണ്. കോൺഗ്രസിന് കിട്ടിയത് കേവലം 1 സീറ്റാണ്. മറ്റുള്ള എല്ലാവർക്കും കൂടെ കിട്ടിയത് 13 സീറ്റാണ്. അതായത് 13 1 14, 14 46 എത്രയാണ് എന്ന് നോക്കുക. 14 46 60 സീറ്റാണ് അവിടെ മൊത്തം ഉള്ളത്. ഈ 60 സീറ്റിൽ 46 സീറ്റും BJP നേടിയിരിക്കുന്നു. 46 സീറ്റും BJP നേടിയിട്ട് 3/2 ഭൂരിപക്ഷത്തോടെ അവിടെ ഭരണത്തിലേറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നമ്മളോട് ഇവർ പറഞ്ഞ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ സംഭവം അവിടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ മനസ്സിലാവാത്തതുകൊണ്ടാണോ, അതോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായത് കൊണ്ടാണോ അവർ BJPക്ക് വോട്ട് ചെയ്തത് എന്ന് ഇനിയെങ്കിലും മലയാളികൾ ചിന്തിക്കുക. അത് തൊട്ടടുത്ത സംസ്ഥാനമാണ്. അത് ഒരു അതിരിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഏതാണ്ട് 10,000 കിലോമീറ്റർ ദൂരെ കിടക്കുകയാണ്. പക്ഷേ നമ്മളോട് ഇവർ എന്താണ് പറഞ്ഞത്? അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് മൊത്തം മോദിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞു. മോദിയുടെ ആളുകളല്ല എന്നിപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുമ്പോൾ മണിപ്പൂർ തീർച്ചയായിട്ടും ആളുകൾ ശ്രദ്ധിക്കും. ആളുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർ തന്നെ അവരുടെ ശ്രദ്ധ ക്ഷണിക്കും. ഇനി BJP അവിടെ നേട്ടം കൊയ്യുന്നുണ്ടെങ്കിൽ അവർ മിണ്ടാതിരിക്കും. മറിച്ച് BJPക്ക് എന്തെങ്കിലും അവിടെ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവർ വലിയ വാർത്തയാക്കും. അപ്പോഴും അതിന് ചുറ്റും കിടക്കുന്ന സംസ്ഥാനങ്ങൾ, അത് ആസാം ആവട്ടെ, അരുണാചൽ പ്രദേശ് ആവട്ടെ, മറ്റ് മേഘാലയ പോലുള്ള സ്ഥലങ്ങളാവട്ടെ, ഇവിടുത്തെ കാര്യമൊന്നും അവർ പറയില്ല. അവിടെ BJPക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത സ്ഥലം സിക്കിം പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ ചെറിയ സംസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോൾ. അവിടെ BJPക്ക് വലിയ സ്വാധീനം നേരത്തെ തൊട്ടില്ല. പക്ഷേ ഈ മണിപ്പൂർ, ആസാം, അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നോക്കൂ, ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ത്രിപുര പോലുള്ള. അപ്പോൾ മണിപ്പൂരിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തുള്ള സംസ്ഥാനങ്ങളും അതിന് എതിരായിട്ട് പ്രതികരിക്കേണ്ടതാണ്. അതുണ്ടായില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ BJPയെ ജയിപ്പിച്ചിരിക്കുമ്പോൾ ഓർക്കുക, മണിപ്പൂർ എന്ന് പറഞ്ഞ് ഇവിടെ കരഞ്ഞു കൂവി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതൊക്കെ പച്ച കള്ളങ്ങളാണ്. അവിടെ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. അത് 2014 ശേഷം തുടങ്ങിയ പ്രശ്നങ്ങളല്ല. അതൊരു ട്രൈബൽ ഏരിയയാണ്. ഇത് തന്നെയാണ് അരുണാചൽ പ്രദേശിലുമുള്ള ക്രിസ്ത്യാനികൾ. അവർ യൂറോപ്പിൽ നിന്ന് വന്ന് താമസിക്കുന്നവരൊന്നുമല്ല. ഇവിടെ തന്നെയുള്ള ട്രൈബൽസ് ആയിട്ടുള്ളവർ കൺവേർട്ടായ ക്രിസ്ത്യാനികൾ തന്നെയാണ് മണിപ്പൂരിലും അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലുമൊക്കെ ഉള്ളത്. ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലുള്ളവർ തന്നെ. അപ്പോൾ അവർക്കെതിരായിട്ടാണ് BJPയും സംഘപരിവാർ നിന്നതെങ്കിൽ അവരെ ഇവർ ജയിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ മറിച്ച് അവിടെ വന്ന റിസൾട്ട് ഇതാണ്. 3/2 ഭൂരിപക്ഷത്തിന് BJP ജയിച്ചിരിക്കുന്നു. ഓർക്കുക, നമ്മളെ ഇത്ര കാലവും ഇവർ മണിപ്പൂർ എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.